സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ആദ്യം കുറേ നടും പിഴുത് മാറ്റും, പിന്നെ നട്ട് അങ്ങനെ നട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പം അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരവിത്ത് നമുക്ക് മുളപ്പിക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ട്രിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ചീരവിത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മുളപ്പിക്കാൻ എടുത്തത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് കണ്ടത് ഇവിടെ നോക്കി, ഇവിടെ ഫുള്ള് ഉറുമ്പാണ് കണ്ടോ. ഇവിടെ ഫുള്ള് ഉറുമ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഉറുമ്പുള്ളടുത്തിട്ട് കഴിഞ്ഞാൽ ചീരവിത്ത് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും, ഉറുമ്പ് കൊണ്ടുപോകും. അപ്പം നമ്മൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ന്യൂസ് പേപ്പർ ഞാൻ നാലായിട്ട് മടക്കിയിട്ട് അതിനകത്ത് നമ്മൾ നന്നായിട്ട് നനയ്ക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനയ്ക്കുക. നനച്ച ശേഷം ഇതേപോലെ വിത്തുകൾ നമ്മൾ ഇതിനകത്തിടും. വിത്തുകൾ ഇതിനകത്തിട്ടിട്ട് നമ്മൾ നാലായിട്ട് മടക്കുകയും ഒന്നിലൊരു ഡപ്പയ്ക്കകത്ത് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള കവറുകൾക്കകത്ത് കെട്ടി വെച്ചിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഈർപ്പം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വേണ്ട, എങ്കിലും നല്ല ഈർപ്പം വേണം കേട്ടോ. അങ്ങനെ ആ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇത് പൊടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇത് ശകലം ഓവറായിപ്പോയി. നമ്മൾ ഇന്ന് രാവിലെയെങ്കിലും ഇതെടുത്ത് പാടേണ്ടതായിരുന്നു. ഇത്രയും പൊടിച്ച് വരുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് മണ്ണൂടെ ചേർക്കണം. നമ്മൾ ഇതേപോലെ കുറച്ച് മണ്ണ്, ഉണങ്ങിയ കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇതേപോലെയല്ലേ, കുറച്ച് ഏറെ എടുക്കണം. ഞാനിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാ ഇതേപോലെ പെരട്ടണം കേട്ടോ. പെരട്ടിയിട്ട് നമ്മൾ എവിടെയാണ് ചേറി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടോട്ട് നമ്മൾ ചേറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ? അപ്പോൾ ഞാൻ ഇനി അപ്പുറത്തെ ഭാഗത്തോട്ട് കുറച്ച് ചേരാനുണ്ട്. അപ്പം അവിടോട്ട് നടാൻ പോവാണേ. അപ്പം നമ്മുടെ ചീരവിത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മണ്ണും അരിപ്പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഉറുമ്പ് കൊണ്ടുപോകുമല്ലോ, ആ സമയത്ത് ചീര കിളിച്ച് വരും. അതാണ് ഇതിപ്പോൾ ഒരുവിധം മുള വന്ന ചീരയാണ്. അപ്പോൾ ഇത് അരിപ്പൊടി ചേർത്തില്ലെന്നുണ്ടെങ്കിലും മൊത്തം കിളിച്ച് വരുമെങ്കിലും ഞാൻ കുറച്ചുകൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചേർമ്പം എല്ലാ സ്ഥലത്തും വിത്ത് വീഴും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീരവിത്ത് ഉറുമ്പുണ്ടാകാതെ കൂടുതൽ ചീരവിത്ത് നമുക്ക് കിളിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചീര വളർന്നാൽ ചീരയുടെ മണ്ണിന് നല്ല പദം വേണം, എങ്കിലേ പെട്ടെന്ന് അത് കിളിച്ച് കയറി വരത്തുള്ളൂ. പൈ എടുത്തിട്ട് നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് മുള വരും. അപ്പോൾ നമ്മൾ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വളർന്നു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിങ്ങനെ ചാണകവും ഗോമൂത്രവും ഒക്കെ കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു 4 പരുവം മുതലേ നമുക്ക് പിന്നെ അടുത്ത വളങ്ങൾ ചെയ്ത് കൊടുക്കാം. ഒരു 30-35 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പാവി കിളിപ്പിച്ച ചീരയുടെ തൈകളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ നട്ടു കൊടുക്കാം. ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്നതനുസരിച്ച് നമ്മൾ പിഴുതുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ തൈ നട്ടു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഒരുവിധം ആയി വരുന്നത്. ഇതിൻ്റെ കളർ കണ്ടോ, എന്തോ രസമുണ്ടോ ആ കളറ് കാണാൻ. നല്ല കളറായി. ഇത് വെയിലടിക്കുമ്പോഴേ നല്ല കളറ് വരത്തുള്ളേ. പ്ലാത്തങ്കര ചീരയ്ക്ക് ഇത്ര കളർ വരണമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ സമയത്ത് ഇവിടെ ഉള്ളൊരിക്കുമോ. കഴിഞ്ഞ ദിവസം നമ്മൾ പാവിയ ചീരയാണ് കേട്ടോ. ഇതേപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അതിനു മുമ്പ് നമ്മൾ പാവി കിളിപ്പിച്ച ചീരയാണ്. അപ്പോൾ അതെന്താണ്ട് നല്ല കളറായിട്ട് പ്ലാത്തങ്കര ചീരയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല കളറായിട്ടായിട്ടുണ്ട് അതും. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ പച്ചച്ചീര നമ്മൾ നട്ടിട്ടുണ്ട്.